ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റുമാലി റോട്ടി ഷവർമയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമയാണ്. കുട്ടികൾക്കും അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമയാണ്. റുമാലി റൊട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ ഷവർമയാണ്, ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഒരു 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ 1 കപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് മൈദയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ, ഇനി ഒരു 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ആട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വേണമെങ്കിൽ 2 കപ്പ് മൈദ തന്നെ എടുക്കാം. പക്ഷേ ഞാൻ ഈ 1/2 കപ്പ് ആട്ട ചേർക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. മാവ് നല്ല സോഫ്റ്റായി വരും, പരത്തിയെടുക്കാൻ പറ്റും. റൊട്ടി നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചർ പാലാണ്, ഒരു 1/2 കപ്പ് പാല്, 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നോക്കി ചേർക്കുക, കുറേശ്ശെ ചേർക്കുക. നമ്മുടെ കയ്യിലൊക്കെ ഒട്ടുന്ന പരുവത്തിലാണ് ഈ മാവിരിക്കേണ്ടത് കേട്ടോ. കയ്യിലൊക്കെ ഒന്ന് ഒട്ടുന്ന പരുവം. നമ്മൾ പിസ്സയ്ക്കൊക്കെ കുഴച്ചപ്പോൾ കണ്ടിട്ടില്ലേ? എൻ്റെ പിസ്സയുടെ റെസിപ്പി എടുത്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ പിസ്സയ്ക്കൊക്കെ കുഴക്കുന്ന പോലെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. കയ്യിലൊരു സ്റ്റിക്കി ഫോമിലാണ് ഇതിരിക്കുന്നത്. കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പരുവത്തിലാണ് ഈ മാവ് വേണ്ടത്. നോക്കി ഒഴിക്കുക. ഞാനിപ്പോൾ ഓൾ ടുഗദർ ഒരു 4.5 ടേബിൾ സ്പൂണോളം മൊത്തം ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി ഒഴിക്കുക കേട്ടോ. അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് നമ്മുടെ മാവൊന്ന് കുഴച്ച് വന്നിട്ടുണ്ട്. കയ്യിലൊക്കെ ഒട്ടുന്നൊരു പരുവത്തിലായിപ്പോൾ ഇരിക്കുന്നത്. കണ്ടല്ലോ, ഇത് കണക്ക് ഒട്ടി കയ്യിൽ കയ്യിലൊട്ടുന്നൊരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് കയ്യിലെടുത്തിട്ട് ഇത് കണക്കൊന്ന് വലിച്ച് നീട്ടിയിട്ട് ഒന്ന് വലിച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇത് കണക്കൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ വേണം ഈ റൊട്ടിയുടെ മാവ് നമുക്ക് കുഴയ്ക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ തന്നെ ആ സ്റ്റിക്കിനെസ്സൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് ഈ മാവ് ഇതിനകത്ത് റോൾ ചെയ്ത് ഇതിനകത്ത് തന്നെ വെക്കുകയാണ്. ഒരു 20 മിനിറ്റ് നല്ല വെറ്റായിട്ടുള്ളൊരു ടവൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം പിന്നീട് നമുക്ക് വീണ്ടും ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു 20 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉണ്ട്, ഇപ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് ഒരുവിധം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നെയ്യ്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഈ നെയ്യെല്ലാം എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ബൗളിൽ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കയ്യിലെടുത്ത് വെച്ചിട്ട് നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്യുക. പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. വീണ്ടും സ്ട്രെച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഡോവിനകത്താണ് നമ്മുടെ റൊട്ടിയുടെ ആ സോഫ്റ്റ്നെസ്സും ഒക്കെ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൊട്ടിയാണ് കേട്ടോ. ഇതേപോലെ കയ്യിലെടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ബൗളിലേക്ക് വെച്ച് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വരണം ഇത്.
വീണ്ടും നമുക്കിതുപോലെ കയ്യിലോട്ട് എടുത്ത് ഇത് കണക്കൊന്ന് വലിച്ചിട്ട് ഒന്ന് ഫോൾഡ് മടക്കുക, വീണ്ടും ഒന്ന് വലിച്ചിട്ട് ഒന്ന് മടക്കുക. ഇങ്ങനെ കുറേ നേരം നമ്മളൊരു 5 തൊട്ട് 8 മിനിറ്റ് വരെ നന്നായിട്ട് ഇത് കണക്കെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. ഇത് കണക്ക് അപ്പോഴും ഉണ്ടാവും, ഒരു സ്റ്റിക്കി ഫോമിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. ഇതുപോലെ അകത്തോട്ട് പിസ്സയുടെയൊക്കെ ഡൗ ഉണ്ടാക്കുന്ന കണക്കാണ്, ബ്രെഡിൻ്റെയൊക്കെ ഡൗ ഉണ്ടാക്കത്തില്ല, അതുപോലെ തന്നെയാണ്. ഇത് കണക്കൊന്ന് നമ്മൾ റോൾ ചെയ്ത് ഈ ബൗളിലേക്ക് തന്നെ ഞാൻ വെക്കുകയാണ് റെസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു 2 മണിക്കൂർ ഈ മാവ് നന്നായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കണം. ഇത് കണക്ക് വെറ്റായ ടവൽ വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിരിക്കണം. മിനിമം 1.5 മണിക്കൂറെങ്കിലും വെച്ചേക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂർ തന്നെ വെക്കാൻ പോവുകയാണ്. അത്രയ്ക്ക് സോഫ്റ്റായിട്ടിരിക്കും നമ്മുടെ മാവ്. അപ്പം നമുക്ക് നല്ല പരത്തിയെടുക്കാനും ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള റൊട്ടി നമുക്ക് കിട്ടും. നമുക്ക് ഈ വെറ്റായ ടവൽ വെച്ചൊന്ന് മൂടി വെച്ചേക്കാം, അങ്ങോട്ട് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ ഞാൻ വെക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ചേർക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാനിപ്പോൾ നല്ലതായിട്ട് ചതച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ, അതില്ലെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മസ്റ്റർഡ് സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു മസാല നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2ആയിട്ട് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് പുരട്ടി നമുക്കൊരു 1 മണിക്കൂർ വെക്കണം, മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ആ മസാലയൊക്കെ നന്നായിട്ട് അതിനകത്ത് പിടിക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെസ്മി ഓയിൽ വേണമെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ ചേർത്താൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്താലും മതി കേട്ടോ, ഒലിവ് ഓയിൽ ചേർത്താലും മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഞാനിപ്പോൾ രണ്ടും ചേർത്തിട്ടില്ല, മസ്റ്റർഡ് സോസ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അപ്പം നമുക്കിത് ഈ 2 ചിക്കൻ പീസസിലേക്ക് ഈ ഒരു മസാല നന്നായിട്ട് തേച്ച് വെച്ചിട്ട് 1 മണിക്കൂർ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു ഫ്രീസറിൻ്റെ താഴെയുള്ള ചിൽട്രയിൽ വെക്കുക. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എടുത്ത് പുറത്ത് വെക്കുക. പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ ഐസ് എല്ലാം വിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓൾ ടുഗദർ ഒരു 1 മണിക്കൂർ മാരിനേഷൻ ഇരിക്കണം. അപ്പോൾ നല്ല മസാലയൊക്കെ പിടിക്കണം, എന്നാലാണ് ആ ടേസ്റ്റ് വരിക കേട്ടോ. രണ്ട് വശവും തിരിച്ചും മറിച്ചും വെച്ചിട്ട് എല്ലായിടത്തും മസാല നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഓൾ ടുഗദർ. എന്ന് വെച്ചാൽ 1/2 മണിക്കൂർ ഞാൻ ഫ്രീസറിൻ്റെ താഴെയുള്ള ചിൽട്രയിൽ വെച്ചിരുന്നു. പിന്നെ 1/2 മണിക്കൂർ വെളിയിൽ വെച്ച് ആ തണുപ്പെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട്, ഗ്രിൽ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് വെച്ച് എണ്ണ ചൂടായപ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസസ് അതിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആ ചിക്കൻ പീസസ് രണ്ടും തിരിച്ചും മറിച്ചും വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
രണ്ടും നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കി കൊടുത്ത് ചിക്കൻ പീസസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോ എങ്ങനെയായെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവ്. കണ്ട ഇതുപോലെയാണ് ഇരിക്കുന്നത്, ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് റോൾ ചെയ്തിട്ട് നമുക്കൊരു ഓരോരോ ബോൾസായിട്ട് ഇത് മുറിച്ചെടുക്കാം. ഒരു 6 ബോൾസ് ആക്കിയാലും വലുതായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഒരു 7 ബോൾസ് ആക്കി, കുറച്ച് 6 ബോൾസ് ആക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഒത്തിരി വലിപ്പത്തിൽ നമുക്ക് കിട്ടും. ഞാനിത് 7 ബോൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 ബോൾ ആക്കിയാൽ കുറച്ചുകൂടി നല്ല വലിപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. 6 ബോൾ ആക്കിയാൽ മതി ഈ അളവിന് കേട്ടോ. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് പരത്തിയെടുത്ത് ചുട്ടെടുക്കണം റൊട്ടി. കുറച്ച് മാവൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ട് പരത്തുക. നല്ല തിൻ ലെയറായിട്ട് പരത്തിയെടുക്കണം. ഇത് കുറേ പരത്തിയതിന് ശേഷം ഇത് പിന്നെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മുകളിലോട്ട് ഇങ്ങനെ പൊക്കി എറിഞ്ഞിട്ട് ഇങ്ങനെ വീശിയെടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഒരു വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ട് ഞാൻ വെക്കുകയാണ്, ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ പാനിനകത്ത് ഒന്ന് തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൊട്ടി നല്ല ഒട്ടാതെ കിട്ടും അതിനകത്ത്. സ്റ്റവ് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് കണ്ടോ, ഞാനൊരു ചൈന വോക്കാണ് വെച്ചേക്കുന്നത്. അത് തിരിച്ച് വെച്ച് കൊടുക്കണം നമ്മൾ. ഇതിൻ്റെ മുകളിലിട്ടാണ് ഇത് ചുട്ടെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം തളിച്ച് കൊടുക്കാം കണ്ടോ. എന്നിട്ട് നമുക്ക് ഈ റൊട്ടി എടുത്ത് ഇതിലേക്ക് വെച്ച് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിന് താഴെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ആദ്യം ഞാൻ മീഡിയം ഫ്ലെയിം വെച്ച് ചൂടായതിനു ശേഷം ഇപ്പം മീഡിയം ഫ്ലെയിമിന് താഴെയാണ് ഇട്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു റൊട്ടിയാണ്. ഇതുപോലെ മടക്കി 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് മടക്കി ഇവിടെ വെക്കാനായിട്ട്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ നമുക്ക് പരത്തി ഇതുപോലെ ചുട്ടെടുക്കാം. എത്രത്തോളം തിന്നാക്കാവോ അത്രത്തോളം തിന്നാക്കുക. അപ്പോൾ ഇനി ഇതും നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം. ഉപ്പ് വെള്ളവും തളിച്ചു കൊടുക്കണം. ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് ചെറിയതായിട്ട് ബബിൾസ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വളരെ സൂക്ഷിച്ചെടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇറ്റാലിയത്തിൻ്റെ ഒരു പാനാണെങ്കിൽ നന്നായിട്ടിത് വരും കേട്ടോ. ഇതിപ്പോൾ അയണിൻ്റെ പാനാണ്, വളരെ തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞൊരു പാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് മുറിഞ്ഞു പോയത്. ഇപ്പോൾ ഇതിനൊക്കെ 4ആയിട്ടൊന്ന് മടക്കി നമുക്കിവിടെ വയ്ക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളിടാം. ഞാൻ 1 കപ്പ് ക്യാബേജ് അരിഞ്ഞതും 1 ചെറിയ ക്യാരറ്റ് ഇതിനൊക്കെ നീളത്തിൽ അരിഞ്ഞതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്ന് പീസാക്കി വെക്കാം. ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഇതിനൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അടുത്ത പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കാം.
ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ ഈ ചിക്കൻ പീസിനകത്തേക്ക് നമുക്ക് മയണൈസ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൈസി മയണൈസ് എന്ന് കൊണ്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിനകത്ത് ശരിക്കും സ്പൈസി മയണൈസാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്പൈസി കിട്ടുമെങ്കിൽ സ്പൈസി മയണൈസ് വാങ്ങിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ചുട്ടെടുത്ത ഒരു റൊട്ടി നമുക്ക് ഈ ഒരു ടോപ്പിലേക്ക് ഈ ഒരു ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് മയണൈസ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ക്യാബേജിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ആ ചിക്കൻ്റെയും ആ മിക്സ് മയണൈസിൻ്റെ മിക്സ് എടുത്ത് ഇതിനൊക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് അകത്തോട്ടൊരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ പ്രത്യേകം മാറ്റി വെച്ച ചിക്കൻ പീസില്ല, അതിന് 4-5 പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒരു 4-5 ഇതിനൊക്കെ വെച്ച് കൊടുക്കുക. 5-6 പീസ് വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഐസ്ബർഗ് ലെറ്റ്യൂസാണ് എടുത്തിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക ലെറ്റ്യൂസ് എന്ന് പറയുന്നത്. ഐസ്ബർഗ് ലെറ്റ്യൂസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതില്ലെങ്കിൽ സാധാ ലെറ്റ്യൂസ് ആയാലും മതി. ഇപ്പം എനിക്കിത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. ഇതാണ് ശരിക്കും വെക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് തിരിച്ച് 2 വശത്തുനിന്നുകൂടി ഇതിനകത്തോട്ടൊന്ന് മടക്കി നമ്മൾ ഈ ചോറൊക്കെ പൊതിയുമല്ലോ അതുപോലെ ഇതുപോലെ 2 വശത്തുനിന്നും അകത്തോട്ടൊന്ന് മടക്കിയിട്ട് ഇതിനൊക്കെ വീണ്ടും ഒന്ന് റോൾ ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ റുമാലി റൊട്ടി ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ പാനിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചീസ് ഇതിൻ്റെ തന്നെ ചീസ് ഷവർമ ഉണ്ട്. ചീസ് ഷവർമയ്ക്കകത്ത് നമ്മൾ ആ വെജിറ്റബിൾസ് എല്ലാം വെച്ച് കഴിയുമല്ലോ, അതിന് മുകളിലോട്ട് ഒരു ഷീറ്റ് കിട്ടുമല്ലോ നമുക്ക് ചീസിൻ്റെ, ഒരു ഷീറ്റ് വെച്ചിട്ട് ഇതിനൊക്കെ റോൾ ചെയ്തിട്ടാൽ മതി. ഇതുപോലെ ഈ ചിക്കൻ പീസസും ഫ്രഞ്ച് ഫ്രൈസും ലെറ്റ്യൂസൊക്കെ വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഒരു ചീസിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഇതിനൊക്കെ റോൾ ചെയ്തെടുത്തിട്ട് വെച്ചാൽ നമുക്ക് ചീസിൻ്റെ ഷവർമ. വെറൈറ്റി ഷവർമ ഉണ്ട് റുമാലി റൊട്ടി വെച്ചിട്ട്. അപ്പം നമുക്ക് ചീസ് ഷവർമ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ചീസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതിനൊക്കെ റോൾ ചെയ്തെടുത്താൽ മതിയാവും. ചീസിൻ്റെ ഷീറ്റ് വേണം കേട്ടോ, ഷീറ്റാണ് നല്ലത്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ റോൾ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പിലിട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം നമുക്ക്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ റുമാലി റൊട്ടിയുടെ ഷവർമ എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു സിമ്മിലിട്ടിട്ട് നന്നായിട്ട് എന്നുവെച്ചാൽ മീഡിയം ലോ ഫ്ലെയിമിൽ, സിമ്മിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്കുള്ള ഇൻ ബിറ്റ്വീനുള്ളൊരു ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നമ്മൾ ചീസ് വെക്കുന്നതാണെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും കേട്ടോ. നല്ല ചൂട് വേണം. അപ്പോൾ ഞാനെല്ലാം ഇതിനൊക്കെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്, ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 ഇവിടെ പരത്തി ഇതിനൊക്കെ ചുട്ടെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ, റുമാലി റൊട്ടി ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലെയിൻ ഷവർമയാണ്. ചീസിൻ്റെ ഷവർമയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ചീസിൻ്റെ ഷീറ്റ് മുകളിൽ വെച്ചാൽ മതി റോൾ ചെയ്യുന്നതിന് മുന്നായിട്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ എടുത്താൽ മതി. ബാക്കിയെല്ലാം ഇത് കണക്ക് തന്നെയാണ്. പിന്നെ മയണൈസ് ഉണ്ടല്ലോ, സ്പൈസി മയണൈസ് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചേർക്കുക. പിന്നെ മസ്റ്റർഡ് സോസും കൂടെ ഈ വെജിറ്റബിൾസ് എല്ലാം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചീസ് വെക്കുന്നതിന് മുമ്പായിട്ട്, അതെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് എല്ലാം വെച്ചതിന് ശേഷം ആ ഒരു സോസും കൂടെ ഒഴിച്ചിട്ട് റോൾ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എനിക്കത് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.